ഗവൺമെൻറ് IT മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റുബീന AS ജൂനിയർ ഇൻസ്ട്രക്ടർ സർവേയർ. സെമസ്റ്റർ 2-ലെ മെത്തേഡ് ഓഫ് ട്രാവേഴ്സിംഗ് പാർട്ട് 4 ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷനാണ് ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. മെത്തേഡ് ഓഫ് ട്രാവേഴ്സിൻ്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് ട്രാവേഴ്സിംഗ് ആണ്. അതായത് ട്രാവേഴ്സിംഗ് ഫീൽഡിൽ ചെയ്യുമ്പോൾ ആംഗുലാർ മെഷർമെൻറ്റും ലീനിയർ മെഷർമെൻറ്റും ഏതൊക്കെ മെത്തേഡുകൾ ഉപയോഗിച്ചാണ് എടുക്കുന്നത്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാവേഴ്സിംഗ്, അതുപോലെ തന്നെ ചെക്ക് ഓൺ ക്ലോസ്ഡ് ട്രാവേഴ്സ് ആൻഡ് ഓപ്പൺ ട്രാവേഴ്സ്, സോഴ്സസ് ഓഫ് എറർ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷനെ കുറിച്ചാണ്. ട്രാവേഴ്സിനെ പ്ലോട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ചില ടേംസ്, ക്ലോസിംഗ് എറർ, ബാലൻസിങ് ഓഫ് ക്ലോസിംഗ് എറർ, ഇതാണ് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇമ്പോർട്ടൻറ്റ് ടേമുകളെ കുറിച്ച് നോക്കാം. ആക്സിസ് ഓഫ് ദി കോർഡിനേറ്റ്. ദി പൊസിഷൻ ഓഫ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ആർ പ്ലോട്ടഡ് ഓൺ എ പ്ലെയിൻ വിത്ത് എ റെഫറൻസ് ടു ടു ലൈൻസ് y dash and x dash which are respectively parallel and perpendicular to the meridian. These reference lines are called axis of the coordinate. അതായത് ഏതൊരു ലൈനിനെയും നമ്മളൊരു പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ രണ്ട് ലൈനിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഓൾറെഡി പ്ലോട്ട് ചെയ്യുക. അതായത് ഗ്രാഫ് പ്ലോട്ടൊക്കെ ചെയ്യുമ്പോൾ അതേ ആക്സിസായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ആക്സിസ് ഉണ്ട്, y ആക്സിസ് ആൻഡ് x ആക്സിസ്, വിച്ച് ഇസ് റെസ്പെക്റ്റീവ്ലി പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ മെറീഡിയൻ. നമ്മളിവിടെ നോർത്ത് സൗത്ത് മെറീഡിയൻ, നോർത്ത് സൗത്ത് ഡയറക്ഷൻ മാഗ്നറ്റിക് മെറീഡിയനായി പരിഗണിച്ചാൽ അതിന് പാരലായിട്ടുള്ള ആക്സിസിനെ y ആക്സിസ് എന്നും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിനെ x ആക്സിസും എന്ന് പറയുന്നു. ഈ ആക്സിസിനെയാണ്, ഈ റെഫറൻസ് ലൈനുകളെയാണ് ആക്സിസ് ഓഫ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. Then the origin, intersection point of the two axes of the coordinates are known as origin. The origin may either be only a traverse station or the point outside the traverse. ഒറിജിൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ y ആക്സിസും x ആക്സിസും ഇൻ്റർസെക്ഷൻ ചെയ്യുന്ന പോയിൻറ്റിനെയാണ് ഒറിജിൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ഗ്രാഫ് ആലോചിച്ചാൽ മതി, അതിൻ്റെ x ആക്സിസും y ആക്സിസും ജോയിൻ ചെയ്യുന്ന മിഡിൽ പോയിൻറ്റ്, അതിനെയാണ് ഒറിജിൻ എന്ന് പറയുന്നത്. അതൊരു ട്രാവേഴ്സ് സ്റ്റേഷൻ ആവാം, അല്ലെങ്കിൽ ട്രാവേഴ്സിൻ്റെ പുറത്തുള്ള ഒരു സ്റ്റേഷൻ ആവാം. കോർഡിനേറ്റ്. ദ ഡിസ്റ്റൻസ് ഓഫ് എ പോയിൻറ്റ് ഫ്രം ഈച്ച് ഓഫ് ദി ആക്സിസ് ആർ കോൾഡ് ഇറ്റ്സ് കോർഡിനേറ്റ്സ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, രണ്ട് റെഫറൻസ് മെറീഡിയനാണുള്ളത്, രണ്ട് റെഫറൻസ് ലൈനാണുള്ളത്. അതായത് y ആക്സിസും അതുപോലെ x ആക്സിസും. y ആക്സിസ് നോർത്ത് സൗത്ത് മെറീഡിയന് പാരലലും x ആക്സിസ് നോർത്ത് സൗത്ത് മെറീഡിയന് പെർപെൻഡിക്കുലറുമാണ്. ഒരു പോയിൻ്റ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ആ പോയിൻറ്റിന് x ആക്സിസിൽ നിന്നും y ആക്സിസിൽ നിന്നുമുള്ള ഡിസ്റ്റൻസിനെയാണ് അതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു പോയിൻറ്റിനെ XY എന്ന് ഡിനോട്ട് ചെയ്യും. x കോർഡിനേറ്റ് അതുപോലെ y കോർഡിനേറ്റ്, അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ഓഫ് എ പോയിൻറ്റ് ഫ്രം ഈച്ച് ഓഫ് ദി ആക്സിസ് ആർ കോൾഡ് ഇറ്റ്സ് കോർഡിനേറ്റ്സ്. ദെൻ ലാറ്റിറ്റ്യൂഡ്. Latitude of a line is the projection of the line onto the north-south meridian, that is y-axis, or distance from the x-axis. ഒരു പോയിൻറ്റിൻ്റെ നോർത്ത് സൗത്ത് മെറീഡിയനിലേക്കുള്ള പ്രൊജക്ഷനെയാണ് അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുക. ഇവിടെ ഫിഗറിൽ L എന്ന് പറഞ്ഞാൽ നമ്മളുടെ ട്രാവേഴ്സ് ചെയ്ത ലൈനിൻ്റെ ലെങ്ത്താണ്. തീറ്റ റെഡ്യൂസ്ഡ് ബിയറിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഏത് തന്നെ ബിയറിംഗ് എടുത്താലും നമ്മൾ അതിനെ റെഡ്യൂസ്ഡ് ബിയറിംഗിലേക്ക് മാറ്റി, തീറ്റ എന്ന് പറഞ്ഞാൽ നോർത്ത് സൗത്ത് മെറീഡിയനിൽ നിന്നുള്ള, നോർത്തിൽ നിന്നോ സൗത്തിൽ നിന്നോ ലൈനിലേക്കുള്ള റെഡ്യൂസ്ഡ് ബിയറിങ്ങിനെയാണ് തീറ്റ എന്ന് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദി ലെങ്ത് ഓഫ് ദ ലൈൻ ബൈ കൊസൈൻ ഓഫ് ദ റെഡ്യൂസ്ഡ് ബിയറിംഗ്. ഇഫ് L is the length of the traverse and theta be the reduced bearing, then latitude of the line is equal to L cos theta. നമ്മൾ ഫിഗർ പ്രകാരം ലൈൻ എല്ലിനെ നോർത്ത് സൗത്ത് മെറീഡിയനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ തീറ്റ എന്ന റെഡ്യൂസ്ഡ് ബിയറിംഗ് ഉപയോഗിച്ച് ട്രിഗ്നോമെട്രി പ്രകാരം സോൾവ് ചെയ്യുമ്പോൾ L കോസ് തീറ്റ ആയിരിക്കും. സോ ലാറ്റിറ്റ്യൂഡ് ഓഫ് എ ലൈൻ ഈസ് എ പ്രൊജക്ഷൻ ഓഫ് എ ലൈൻ ഓൺ ടു ദി നോർത്ത് സൗത്ത് മെറീഡിയൻ. ലാറ്റിറ്റ്യൂഡിനെ തന്നെ രണ്ടായി ഡിവൈഡ് ചെയ്യാൻ, നോർത്തിങ് ആൻഡ് സൗത്തിങ്. So northing, the distance measured toward the north or upward is called northing and it is assumed as positive. നോർത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുന്ന ലാറ്റിറ്റ്യൂഡ് നോർത്ത് സൈഡിലാണ്, അതായത് അപ്വേർഡാണ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നോർത്തിങ് എന്ന് പറയുന്നു. നോർത്തിങ്ങിനെ സാധാരണയായി ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷനിൽ പോസിറ്റീവായാണ് ട്രീറ്റ് ചെയ്യുന്നത്.
southing. The distance measured toward the south or downward is called southing and it's assumed as negative. നമ്മൾ ഡൗൺവേർഡ് ഡയറക്ഷനിൽ, അതായത് നമ്മൾ ലാറ്റിറ്റ്യൂഡ് തന്നെ അത് ഡൗൺവേർഡ് ഡയറക്ഷൻ, സൗത്ത്വേർഡ് ഡയറക്ഷനിലേക്കാണ് മെഷർ ചെയ്യുന്നതിന് അതിനെ സൗത്തിങ് എന്നാണ് പറയുന്നത്. ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷനിൽ സൗത്തിങ്ങിനെ നെഗറ്റീവായാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഫിഗറിൽ നോർത്തിങ്ങും സൗത്തിങ്ങും കൊടുത്തിട്ടുണ്ട്. എ ബി എന്ന ലൈൻ L1 ഡിസ്റ്റൻസാണ്. എ ബി എന്ന ലൈനിന് θ1 ആണ് നോർത്തിൽ നിന്നുള്ള മാഗ്നറ്റിക് ബിയറിംഗ്. സോ അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് L1 കോസ് θ1. ഇത് നോർത്തിങ് എന്ന് പറയുന്നു, കാരണം അത് നോർത്ത് ഡയറക്ഷനിൽ നമ്മൾ ഒറിജിൻ എയിൽ നിന്ന് നോർത്ത് വേർഡാണ് മെഷർ ചെയ്യുന്നത്. സോ അതിനെ നോർത്തിങ് എന്ന് പറയുന്നു. സൗത്തിങ് താഴെ കൊടുത്തിരിക്കുന്ന AC എന്ന ലൈൻ അത് L2 ലെങ്ത് ആണുള്ളത്. θ2 ആണ് അതിൻ്റെ റെഡ്യൂസ്ഡ് ബിയറിംഗ്. ഇവിടെ യൂസ് ചെയ്യുന്നത് റെഡ്യൂസ്ഡ് ബിയറിംഗ് ആണ്, കാരണം θ1 നോർത്തിൽ നിന്നും θ2 സൗത്തിൽ നിന്നുമാണ് മെഷർ ചെയ്തിരിക്കുന്നത്. സോ സൗത്തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറിജിനിൽ നിന്ന് സൗത്ത് വേർഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാണ് മെഷർ ചെയ്യുന്നത്. ഈ ഡിസ്റ്റൻസിനെ സൗത്തിങ് എന്ന് പറയുന്നു. സൗത്തിങ് നെഗറ്റീവാണ്. ഇവിടെ സൗത്തിങ് L2 കോസ് θ2 എന്ന് കൊടുത്തിരിക്കുന്ന മെഷർമെൻ്റ് ആണ്. ദെൻ ഡിപ്പാർച്ചർ ഓഫ് എ ലൈൻ ഈസ് എ പ്രൊജക്ഷൻ ഓഫ് എ ലൈൻ ഓൺ ടു ദി ഈസ്റ്റ് വെസ്റ്റ് മെറീഡിയൻ, ദാറ്റ് ഈസ് എക്സ് ആക്സിസ്, ഡിസ്റ്റൻസ് ഫ്രം ദി വൈ ആക്സിസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ലാറ്റിറ്റ്യൂഡാണ്. ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു ലൈനിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്കുള്ള, നോർത്ത് സൗത്ത് മെറീഡിയനിലേക്കുള്ള പ്രൊജക്ഷനാണ്. അതിൻ്റെ തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ലൈനിൻ്റെ ഈസ്റ്റ് വെസ്റ്റ് മെറീഡിയനിലേക്കുള്ള പ്രൊജക്ഷനാണ്, അല്ലെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് ലൈൻ മെറീഡിയനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഡിപ്പാർച്ചർ എന്ന് പറയുന്നത്. സോ എൻ്റയർ ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷൻ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ലാറ്റിറ്റ്യൂഡ് എന്താണ്, ഡിപ്പാർച്ചർ എന്താണ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ലാറ്റിറ്റ്യൂഡ് നോർത്ത് സൗത്ത് മെറീഡിയനിലേക്കുള്ള പ്രൊജക്ഷനും ഡിപ്പാർച്ചർ ഈസ്റ്റ് വെസ്റ്റ് മെറീഡിയനിലേക്കുള്ള പ്രൊജക്ഷനുമാണ്. So, departure of a line is calculated by multiplying the length of a line by the sine of the reduced bearing. If L is the length of the traverse and theta be the reduced bearing, then departure of a line is equal to L sin theta. ഫിഗർ പ്രകാരം എ ബി എന്ന ലൈനിൻ്റെ ഡിസ്റ്റൻസ് L1 ഉം റെഡ്യൂസ്ഡ് ബെയറിംഗ് θ1 സോ ഡിപ്പാർച്ചർ ഓഫ് എ ലൈൻ എ ബി ഈസ് ഈക്വൽ ടു L സൈൻ θ1. അതുപോലെ തന്നെ എ സി എന്ന ലൈനിൻ്റെ ഡിസ്റ്റൻസ് L2 ഉം റെഡ്യൂസ്ഡ് ബിയറിംഗ് θ2 സോ ഡിപ്പാർച്ചർ ഓഫ് എ ലൈൻ എ സി ഈസ് ഈക്വൽ ടു L2 സൈൻ θ2. ഡിപ്പാർച്ചറിനെ രണ്ടായി ഡിവൈഡ് ചെയ്യാം, ഈസ്റ്റിംഗ് വെസ്റ്റിംഗ്. നേരത്തെ നമ്മൾ ലാറ്റിറ്റ്യൂഡിനെ നോർത്തിങ് എന്നും സൗത്തിങ് എന്നും രണ്ടായി ഡിവൈഡ് ചെയ്തതുപോലെ ഡിപ്പാർച്ചറിനെ രണ്ടായി ഡിവൈഡ് ചെയ്യാം, ഈസ്റ്റിങ്ങും വെസ്റ്റിങ്ങും. നേരത്തെ ലാറ്റിറ്റ്യൂഡ് നോർത്തിങ്ങിനെ പോസിറ്റീവായും സൗത്തിങ്ങിനെ നെഗറ്റീവായി എടുത്തു. ഇവിടെ ഈസ്റ്റിങ്ങിനെ പോസിറ്റീവായിട്ടും വെസ്റ്റിങ്ങിനെ നെഗറ്റീവായിട്ടുമാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഈസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. ദ ഡിസ്റ്റൻസ് മെഷേർഡ് ടുവേർഡ് ദി ഈസ്റ്റ് ഓർ റൈറ്റ് വേർഡ് ഈസ് കോൾഡ് ഈസ്റ്റിംഗ് ആൻഡ് ഈസ് അസ്യൂംഡ് ആസ് പോസിറ്റീവ്. നമ്മൾ മെഷർ ചെയ്യുന്ന ഡിപ്പാർച്ചർ ഈസ്റ്റ് ഡയറക്ഷനിൽ റൈറ്റ് വേർഡ് സൈഡിലേക്കാണെങ്കിൽ എയുടെ ഒറിജിൻ പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിൻ്റെ എ ബി എന്ന ലൈനിൻ്റെ ഡിപ്പാർച്ചർ മെഷർ ചെയ്യുന്നത് റൈറ്റ് വേർഡ് ഡയറക്ഷനിലായതുകൊണ്ട് അതിനെ ഈസ്റ്റിംഗ് എന്ന് പറയുന്നു, അതിനെ പോസിറ്റീവായി ട്രീറ്റ് ചെയ്യുന്നു. വെസ്റ്റിംഗ്, ഡിസ്റ്റൻസ് മെഷേർഡ് ടുവേർഡ്സ് ദി വെസ്റ്റ് ഓർ ലെഫ്റ്റ് വേർഡ് ഈസ് കോൾഡ് വെസ്റ്റിംഗ് ആൻഡ് ഈസ് അസ്യൂംഡ് ആസ് നെഗറ്റീവ്. നമ്മൾ മെഷർ ചെയ്യുന്ന എ സി എന്ന ലൈനിൻ്റെ ഡിപ്പാർച്ചർ വാല്യൂ എയിൽ നിന്ന് വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ്, ലെഫ്റ്റ് വേർഡ് ഡയറക്ഷനിലേക്കാണ് മെഷർ ചെയ്യുന്നത്. സോ അതിനെ വെസ്റ്റിംഗ് എന്ന് പറയുന്നു, അതിനെ നെഗറ്റീവായാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒരു ലൈനിൻ്റെ ലാറ്റിറ്റ്യൂഡിൻ്റെയും ഡിപ്പാർച്ചറിൻ്റെയും സൈൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ റെഡ്യൂസ്ഡ് ബിയറിങ്ങിൽ നിന്നാണ്. So, from the reduced bearing, we can determine the sign of the latitude and departure. If the reduced bearing is north 30 degree east, then latitude is northing, that is positive, and departure is positive, that is easting, positive. Or if the reduced bearing is south 30 degree west, then latitude is southing, that is negative, and departure is westing, that is negative. അതായത് റെഡ്യൂസ്ഡ് ബിയറിംഗ് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ഹോൾ സർക്കിൾ ബിയറിങ്ങിൽ നിന്ന് നമ്മൾ റെഡ്യൂസ്ഡ് ബിയറിംഗ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ ക്വാഡ്രൻറ്റ് നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ നോർത്ത് 30 ഡിഗ്രി ഈസ്റ്റ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് ഒരു ലൈനിൻ്റെ പ്രൊജക്ഷൻ എങ്കിൽ, ഒരു ലൈനിൻ്റെ റെഡ്യൂസ്ഡ് ബിയറിംഗ് എങ്കിൽ നമ്മൾ സൗത്ത് 30 ഡിഗ്രി വെസ്റ്റ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. സോ ആ കോർഡിനേറ്റിൽ നിന്ന് നമുക്ക് ലാറ്റിറ്റ്യൂഡിൻ്റെയും ഡിപ്പാർച്ചറിൻ്റെയും സൈനും അതിൻ്റെ നോർത്തിങ് ആണോ ഈസ്റ്റിംഗ് ആണോ വെസ്റ്റിംഗ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും.
Next, consecutive coordinate. Consecutive coordinates is the latitude and departure of any point with a reference to the preceding point are called consecutive coordinate. കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൈനിൻ്റെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചും ആ ലൈനിൻ്റെ പ്രിസീഡിംഗ് ലൈനിനെ അപേക്ഷിച്ച് എത്രയാണെന്ന് നോക്കുന്നതിനെയാണ് കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. കോൺസിക്യൂട്ടീവ് അതായത് പ്രീസീഡിംഗ് ലൈനിനെ അപേക്ഷിച്ച് നമ്മുടെ ഇപ്പോഴുള്ള ലൈനിൻ്റെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും എങ്ങോട്ടേക്കാണ് അതിനെ റെഫറൻസ് ചെയ്യുന്നതിനെയാണ് നമ്മളതിനെ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്, ദ കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് വിത്ത് റെഫറൻസ് ടു ദി കോമൺ ഒറിജിൻ ഈസ് കോൾഡ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്. ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു പോയിന്റിൻ്റെയും കോമൺ ഒറിജിനിൽ നിന്നുള്ള റെഫറൻസ് അതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് പറയുന്നത്. സോ രണ്ട് തരം കോർഡിനേറ്റ് ഉണ്ട്. കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് അതായത് പ്രീസീഡിംഗ് ലൈനിനെ അപേക്ഷിച്ച് അതിനെ റെഫർ ചെയ്ത് നമ്മൾ അടുത്ത ലൈനിൻ്റെ കോർഡിനേറ്റ് എന്താണെന്ന് ചിന്തിക്കുന്നതിനെ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് എന്ന് പറയുന്നു. ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് ഏതൊരു പോയിന്റിൻ്റെയും കോമൺ ഒറിജിനെ അപേക്ഷിച്ച് അതിൻ്റെ കോർഡിനേറ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് എന്നും പറയുന്നു. ലാറ്റിറ്റ്യൂഡിൻ്റെയും ഡിപ്പാർച്ചറിൻ്റെയും സൈൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്കൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് എ ലൈൻ എ ബി ഓഫ് ലെങ്ത് 100 meter ഒബ്സർവ്ഡ് റേഡിയലി ഫ്രം എ സ്റ്റേഷൻ യൂസിങ് എ മാഗ്നറ്റിക് കോമ്പസ് whose whole circle bearing are first 45 degree, second 135 degree, third 225 degree, fourth 315 degree. സോ ആൻസർ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് കിട്ടിയ ഹോൾ സർക്കിൾ ബിയറിംഗ് എഴുതുക. 45 ഡിഗ്രിയാണ് ഹോൾ സർക്കിൾ ബിയറിംഗ്. ഹോൾ സർക്കിൾ ബിയറിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റെഡ്യൂസ്ഡ് ബിയറിംഗ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കോമ്പസിൽ നമ്മൾ എന്താ ചെയ്തതെന്നറിയാം. ക്വാഡ്രൻറ്റ് നോക്കുക. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് എന്ന് എഴുതിയിട്ട് അതേ വാല്യൂ തന്നെ എഴുതുക. സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ നമുക്ക് തന്ന ഹോൾ സർക്കിൾ ബിയറിങ്ങിനെ 180യിൽ നിന്ന് നമുക്ക് കിട്ടിയ ഹോൾ സർക്കിൾ ബിയറിംഗ് മൈനസ് ചെയ്യുക. തേർഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ ആംഗിൾ വാല്യൂയിൽ നിന്ന് 180 മൈനസ് ചെയ്യുക. ഫോർത്ത് ക്വാഡ്രൻ്റ് ആണെങ്കിൽ 360 ഡിഗ്രിയിൽ നിന്ന് ആംഗിൾ വാല്യൂ അതായത് ഹോൾ സർക്കിൾ ബിയറിംഗ് മൈനസ് ചെയ്യുക. സോ ഫസ്റ്റ് 45 ഡിഗ്രിയാണ് കിട്ടിയിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് 0 to 90 ഡിഗ്രീൻ്റെ ഇടയിൽ വരുന്ന ആംഗിളാണ് 45 എന്നുള്ളത് കൊണ്ട് നോർത്ത് 45 ഡിഗ്രി ഈസ്റ്റിംഗ് ആയിരിക്കും അതിൻ്റെ റെഡ്യൂസ്ഡ് ബിയറിംഗ്. റെഡ്യൂസ്ഡ് ബിയറിങ്ങിൻ്റെ ക്വാഡ്രൻറ്റ് നോർത്ത് ഈസ്റ്റിംഗ് ആണ്. അതായത് നോർത്ത് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ലാറ്റിറ്റ്യൂഡിൻ്റെ നോർത്തിങ്ങിനെയും ഈസ്റ്റ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഡിപ്പാർച്ചറിൻ്റെ ഈസ്റ്റിങ്ങിനെയുമാണ്. സോ ലാറ്റിറ്റ്യൂഡ് ഈക്വൽ ടു എൽ കോസ് തീറ്റ. എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ട്രാവേഴ്സ് ആണ്. ഇവിടെ എ ബി ലെങ്ത് 100 മീറ്റർ ആണ് തന്നത്. 100 മീറ്റർ ഇൻറ്റു കോസ് 45 ഡിഗ്രി വാല്യൂ പ്ലസ് 70.71 മീറ്റർ. ഇവിടെ പ്ലസ് എന്ന സൈന് വരുന്നത് നോർത്ത് ലാറ്റിറ്റ്യൂഡ് പോസിറ്റീവാണ്. അതുപോലെ ഡിപ്പാർച്ചർ ഈക്വൽ ടു എൽ സൈൻ തീറ്റ 100 ഇൻറ്റു സൈൻ 45 ഡിഗ്രി ഈക്വൽ ടു പ്ലസ് 70.71 മീറ്റർ. ഇത് ഈസ്റ്റിംഗ് ആണ്. ഈസ്റ്റിങ്ങിൻ്റെ സൈന് പ്ലസ് ആയതുകൊണ്ട് പ്ലസ് 70.71 മീറ്റർ. സെക്കൻഡ് കേസ് ഹോൾ സർക്കിൾ ബിയറിംഗ് 135 ഡിഗ്രിയാണ്. 135 ഡിഗ്രി സെക്കൻഡ് ക്വാഡ്രൻറ്റ് സൗത്ത് ഈസ്റ്റ് ക്വാഡ്രൻറ്റ് ആയതുകൊണ്ട് അതിൻ്റെ റെഡ്യൂസ്ഡ് ബിയറിംഗ് കാണാൻ വേണ്ടി 180 ഡിഗ്രി മൈനസ് 135 ഡിഗ്രി ക്വാഡ്രൻറ്റ് സൗത്ത് ഈസ്റ്റ്. സോ റെഡ്യൂസ്ഡ് ബിയറിംഗ് സൗത്ത് 45 ഡിഗ്രി ഈസ്റ്റ് ആണ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് കാണാൻ വേണ്ടി എൽ കോസ് തീറ്റ 100 ഇൻറ്റു കോസ് 45 ഡിഗ്രി. ഇവിടെ സൗത്തിങ് ആയതുകൊണ്ട് ലാറ്റിറ്റ്യൂഡ് സൗത്തിങ് ആണ്. സോ മൈനസ് 70.71 മീറ്റർ. അതുപോലെ തന്നെ ഡിപ്പാർച്ചർ എൽ സൈൻ തീറ്റ ദറ്റ്സ് ഈക്വൽ ടു 100 ഇൻറ്റു സൈൻ 45 ഡിഗ്രി. ഇവിടെ സൗത്ത് ഈസ്റ്റ് ആണ് ഡിപ്പാർച്ചറിനെ സൂചിപ്പിക്കുന്നത്. സോ ഈസ്റ്റിംഗ് മീൻസ് ഈസ്റ്റിംഗ്. സോ പ്ലസ് വാല്യൂ ആണ് പ്ലസ് 70.71 മീറ്റർ. ഇങ്ങനെയാണ് ഇതിൻ്റെ സൈൻ കണ്ടുപിടിക്കുന്നത്. നോർത്തിങ് ആണോ ഈസ്റ്റിംഗ് ആണോ സൗത്തിങ് ആണോ എന്നുള്ള ക്വാഡ്രൻറ്റ് നോക്കിയാണ് നമ്മൾ അതിൻ്റെ സൈൻ കണ്ടുപിടിക്കുന്നത്. തേർഡ് കേസ് ഹോൾ സർക്കിൾ ബിയറിംഗ് ഈസ് ഈക്വൽ ടു 225 ഡിഗ്രി. 225 എന്ന് പറയുമ്പോൾ അത് തേർഡ് ക്വാഡ്രൻ്റ് ആണ്. സൗത്ത് വെസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. സൗത്ത് വെസ്റ്റ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റെഡ്യൂസ്ഡ് ബിയറിംഗ് കണ്ടുപിടിക്കാൻ 225 അതായത് ഹോൾ സർക്കിൾ ബിയറിംഗ് മൈനസ് 180 ഡിഗ്രി എന്നുള്ള ഇക്വേഷനാണ്
കോമ്പസിൽ യൂസ് ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ്. സോ 225 minus 180, ആൻസർ 45. സോ റെഡ്യൂസ്ഡ് ബിയറിംഗ് ഈസ് ഈക്വൽ ടു സൗത്ത് 45 വെസ്റ്റ്, ലാറ്റിറ്റ്യൂഡ് L cos തീറ്റ, L 100 ഇൻറ്റു കോസ് 45, ആൻസർ -70.71 മീറ്റർ. ഇവിടെ സൗത്താണ് വരുന്നത്, ലാറ്റിറ്റ്യൂഡിൻ്റെ സൈൻ മൈനസ്, സോ സൗത്തിങ്. ഡിപ്പാർച്ചർ L സൈൻ തീറ്റ 100 ഇൻറ്റു സൈൻ 45. ഇവിടെ വെസ്റ്റ് ആണ് ക്വാഡ്രൻറ്റ്, സോ തേർഡ് ക്വാഡ്രൻറ്റിൽ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും രണ്ടിൻ്റെ വാല്യൂയും മൈനസ് ആണ്. സോ സൗത്ത് മൈനസ് ആണ്, വെസ്റ്റ് മൈനസ് ആണ്. സോ സൗത്തിങ്ങും വെസ്റ്റിങ്ങുമാണ് അവിടെ. ഫോർത്ത് ഹോൾ സർക്കിൾ ബിയറിംഗ് 315, റെഡ്യൂസ് ബിയറിംഗ് നോർത്ത് 45 വെസ്റ്റ്. ഫോർത്ത് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റെഡ്യൂസ്ഡ് ബിയറിംഗ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഇക്വേഷൻ 360 മൈനസ് ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ്. സോ നോർത്ത് 45 വെസ്റ്റ്, ലാറ്റിറ്റ്യൂഡ് L cos തീറ്റ 100 ഇൻറ്റു കോസ് 45, ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് 70.71 മീറ്റർ. നോർത്ത് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് നോർത്തിങ് ആണ് ലാറ്റിറ്റ്യൂഡ്. ഡിപ്പാർച്ചർ L സൈൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു സൈൻ 45 ഈക്വൽ ടു -70.71 മീറ്റർ. ഇവിടെ നോർത്ത് വെസ്റ്റ് വെസ്റ്റിംഗ് ആണ്, സോ വെസ്റ്റിംഗ് ഇസ് നെഗറ്റീവ്. ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാഡ്രൻ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ലാറ്റിറ്റ്യൂഡിൻ്റെയും ഡിപ്പാർച്ചറിൻ്റെയും സൈൻ മനസ്സിലാക്കുന്നത്. സോ നോർത്ത് എന്ന് പറയുമ്പോൾ പോസിറ്റീവ്, സൗത്ത് എന്ന് പറയുമ്പോൾ നെഗറ്റീവ്, ഈസ്റ്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആൻഡ് വെസ്റ്റ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ്. സോ ക്വാഡ്രൻ്റ് നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ നോർത്ത് ഈസ്റ്റ് രണ്ടും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, ലാറ്റിറ്റ്യൂഡും പോസിറ്റീവ് ആയിരിക്കും, ഡിപ്പാർച്ചറും പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രൻറ്റ് സൗത്ത് ഈസ്റ്റ് ക്വാഡ്രൻറ്റ്, സൗത്ത് നെഗറ്റീവ് ആയിരിക്കും, ലാറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആയിരിക്കും, അതുപോലെ ഡിപ്പാർച്ചർ പോസിറ്റീവ് ആയിരിക്കും. തേർഡ് ക്വാഡ്രൻറ്റ് സൗത്ത് വെസ്റ്റ് ക്വാഡ്രൻറ്റ്, സൗത്ത് വെസ്റ്റ് ക്വാഡ്രൻറ്റിൽ ലാറ്റിറ്റ്യൂഡും നെഗറ്റീവ് ആയിരിക്കും, ഡിപ്പാർച്ചറും നെഗറ്റീവ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രൻറ്റ് നോർത്ത് വെസ്റ്റ് ക്വാഡ്രൻറ്റ്, നോർത്ത് അതായത് ലാറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയിരിക്കും, ഡിപ്പാർച്ചർ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു ലൈനിൻ്റെ അത് ബിലോങ് ചെയ്യുന്ന ക്വാഡ്രൻറ്റിനനുസരിച്ച് അതിൻ്റെ സൈൻ മാറിക്കൊണ്ടിരിക്കും. പൊതുവായി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഇക്വേഷൻ, ലാറ്റിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ L cos തീറ്റ എന്നുള്ള ഇക്വേഷനും ഡിപ്പാർച്ചറിൻ്റെ ഇക്വേഷൻ L sin തീറ്റ എന്നുള്ള ഇക്വേഷനുമാണ്. സൈൻ കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ക്വാഡ്രൻറ്റിൽ നിന്നാണ്. Algebraic sum of the all latitude equal to 0 and algebraic sum of the all departure equal to 0. That is, the sum of all northing equal to sum of the all southing and sum of the all easting equal to sum of the all westing. നമ്മുടെ ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്ത് വരുന്ന സമയത്ത് കിട്ടുന്ന എല്ലാ ലൈനുകളുടെയും ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും നമ്മൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓൾജിബ്രിക് സം കണ്ടു കഴിഞ്ഞാൽ സിഗ്മ L അതായത് ലാറ്റിറ്റ്യൂഡിൻ്റെ ടോട്ടൽ വാല്യൂ 0വും ഡിപ്പാർച്ചറിൻ്റെ ടോട്ടൽ വാല്യൂ 0 ആയിരിക്കും. ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നോർത്തിങ്ങും ഉണ്ട് സൗത്തിങ്ങും ഉണ്ട്. നോർത്തിങ് പോസിറ്റീവും സൗത്തിങ് നെഗറ്റീവുമാണ്. സോ എല്ലാ നോർത്തിങ് ആഡ് ചെയ്യുന്നത് എല്ലാ സൗത്തിങ് ആഡ് ചെയ്യുക. സം ഓഫ് ദി നോർത്തിങ്ങും സം ഓഫ് ദി സൗത്തിങ്ങും ഈക്വൽ ആയിരിക്കണം. അതുകൊണ്ടാണ് ലാറ്റിറ്റ്യൂഡ് ഓൾജിബ്രിക് സം 0 ആയി വരുന്നത്. സോ ഓൾജിബ്രിക് സം ഓഫ് 0 ആയി വരണമെങ്കിൽ നോർത്തിങ് വാല്യൂകളുടെ ടോട്ടൽ തുകയും അതുപോലെ തന്നെ സൗത്തിങ് വാല്യൂകളുടെ ടോട്ടൽ തുകയും ഈക്വൽ ആയിരിക്കണം. അതുപോലെ തന്നെയാണ് ഡിപ്പാർച്ചറിൻ്റെ കാര്യം. സം ഓഫ് ദി ഓൾ ഈസ്റ്റിംഗ് ഈക്വൽ ടു സം ഓഫ് ദി ഓൾ വെസ്റ്റിംഗ്. ഡിപ്പാർച്ചർ സിഗ്മ ഡിപ്പാർച്ചർ 0 ആകണമെങ്കിൽ എല്ലാ ഈസ്റ്റിങ്ങും എല്ലാ വെസ്റ്റിങ്ങും ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 0 ആയിരിക്കണം. ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സ് കംപ്ലീറ്റ്ലി നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് കറക്റ്റ് ആണെങ്കിൽ ഈ ബാലൻസിങ് ഇക്വേഷൻ എപ്പോഴും കറക്റ്റ് ആയിരിക്കും. അതർവൈസ് നമ്മൾ ചെയ്ത ട്രാവേഴ്സിങ്ങിന് എന്തെങ്കിലും തെറ്റുണ്ട് എന്നാണ് അർത്ഥം. സോ ഒരു ട്രാവേഴ്സ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആവണമെങ്കിൽ ഓൾജിബ്രിക് സം ഓഫ് ദി ഓൾ ലാറ്റിറ്റ്യൂഡ് ഈക്വൽ ടു 0, അതുപോലെ തന്നെ സം ഓഫ് ദി ഓൾ ഡിപ്പാർച്ചർ ഈക്വൽ ടു 0, സിഗ്മ L ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ D ഈക്വൽ ടു 0 ആയിരിക്കണം. Closing error. Sometime a geometrically closed traverse fails to close, then there is a closing error is occur. അതായത് ജോമെട്രിക്കലി ക്ലോസ്ഡ് ആയ ഒരു ട്രാവേഴ്സ് നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് കഴിഞ്ഞ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായി ജോമെട്രിക്കലി ക്ലോസ്ഡായി കിട്ടുന്നില്ലെങ്കിൽ അതിനർത്ഥം അവിടെ ഒരു ക്ലോസിംഗ് എറർ ഉണ്ടായി എന്നാണ്. Closing error is the distance by which end traverse is fails to meet with the starting point of a traverse.
ഒരു ക്ലോസിംഗ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഡിസ്റ്റൻസ് ആണ്. ഏത് ഡിസ്റ്റൻസ് ആണ്? നമ്മുടെ ലാസ്റ്റ് സ്റ്റേഷൻ പോയിന്റും ഫസ്റ്റ് സ്റ്റേഷൻ പോയിന്റും തമ്മിൽ മീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ കിട്ടുന്ന ഡിസ്റ്റൻസിനെയാണ് അതിൻ്റെ ക്ലോസിംഗ് എറർ എന്ന് പറയുന്നത്. ആസ് എക്സ്പ്ലെയിൻ ലേറ്റർ, in the closed traverse, algebraic sum of the all latitude equal to 0 and algebraic sum of the all departure equal to 0. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ലാറ്റിറ്റ്യൂഡും ടോട്ടൽ ഡിപ്പാർച്ചറും 0 ആയിരിക്കും. അതായത് നോർത്തിങ്ങിൻ്റെ ടോട്ടൽ സമ്മും സൗത്തിങ്ങിൻ്റെ ടോട്ടൽ സമ്മും ഈക്വലും ഈസ്റ്റിങ്ങിൻ്റെ ടോട്ടൽ സമ്മും വെസ്റ്റിങ്ങിൻ്റെ ടോട്ടൽ സമ്മും ഈക്വലും ആയിരിക്കണം. ഈ ഇക്വിലിബ്രിയം കണ്ടീഷൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ സിഗ്മ എൽ ഈക്വൽ ടു 0 സിഗ്മ ഡി ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ നമുക്കൊരു ക്ലോസിംഗ് എറർ ഒക്കർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ ക്ലോസിംഗ് എറർ നമുക്ക് ബാലൻസ് ചെയ്യണം. ബാലൻസിങ് ചെയ്യുന്നതിന് 3 ഡിഫറെൻറ്റ് മെത്തേഡുകളുണ്ട്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. Figure shows a closed traverse A, B, C, D, E, A in which starting point and end point is not coinciding. അതായത് നമുക്കിവിടെ ഫിഗർ ഒന്ന് തന്നിട്ടുണ്ട് എ ബി സി ഡി ഇ എ. അതായത് ക്ലോസ്ഡ് ആയ ഒരു ഫിഗർ ആണെങ്കിൽ എയിൽ നിന്ന് ട്രാവേഴ്സ് റൺ ചെയ്ത് ഇയിൽ നിന്ന് എയിലേക്ക് എത്തിച്ചേരും. അതായത് ജോമെട്രിയിലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണെങ്കിൽ. പക്ഷേ ഒരു ക്ലോസിംഗ് എറർ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയിൽ നിന്ന് നമുക്ക് മറ്റൊരു പോയിൻ്റാണ് എത്തിച്ചേരുക. അത് എ ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എ ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ക്ലോസിംഗ് എറർ എന്ന് പറയുന്നത്. സോ ക്ലോസിംഗ് എറർ ഓഫ് എ ക്ലോസ്ഡ് ട്രാവേഴ്സ് ഈസ് ദ ഡിസ്റ്റൻസ് എ ഡാഷ്. എ ഡാഷ് ആണ് ക്ലോസിംഗ് എറർ എന്ന് പറയുന്നത്. ടു ഡിറ്റർമൈനിങ് ദി ഡിസ്റ്റൻസ് ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി എറർ വി ഹാവ് സിഗ്മ എൽ ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ ഡി ഈക്വൽ ടു 0. നമുക്ക് എ ഡാഷിൻ്റെ എററിൻ്റെ എ ഡാഷ് എന്ന എററിൻ്റെ മാഗ്നിറ്റ്യൂഡും അറിയണം, അതുപോലെ തന്നെ ഡയറക്ഷനും അറിയണം. അതൊരു സെർട്ടൈൻ ഡിസ്റ്റൻസ് ആണ് നമുക്ക് തെറ്റിയിരിക്കുന്നത്. സോ എ ഡാഷ് എന്നുള്ള ഡിസ്റ്റൻസും അറിയണം, അതൊരു സെർട്ടൈൻ ഡയറക്ഷനിലായിരിക്കും തെറ്റിയിരിക്കുന്നത്, അതിൻ്റെ ഡയറക്ഷനും അറിയണം. സോ എററിൻ്റെ ഡയറക്ഷൻ അറിയണം. അതിനുവേണ്ടി നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോമെട്രിക്കലി ക്ലോസ്ഡ് ആയ ഒരു ഫിഗറിൻ്റെ സിഗ്മ എൽ ഈക്വൽ ടു 0 ആയിരിക്കും, സിഗ്മ ഡി ഈക്വൽ ടു 0 ആയിരിക്കും. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് സിഗ്മ എല്ലും സിഗ്മ ഡിയും കണ്ടുപിടിക്കുക. സിഗ്മ എൽ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി ഓൾ നോർത്തിങ് മൈനസ് സം ഓഫ് ദി ഓൾ സൗത്തിങ് ആയിരിക്കും. സോ ഓൾജിബ്രിക് സം കാണുക ലാറ്റിറ്റ്യൂഡിൻ്റെ. സോ സിഗ്മ ഡി ഈക്വൽ ടു സം ഓഫ് ദി ഓൾ ഈസ്റ്റിങ് മൈനസ് സം ഓഫ് ദി ഓൾ വെസ്റ്റിങ്ങുമായിരിക്കും. ഇതൊരു ട്രയാങ്കുലർ ഷേപ്പിൽ നമുക്ക് എ ഡാഷിൻ്റെ ലാറ്റിറ്റ്യൂഡിനെയും ഡിപ്പാർച്ചറിനെയും പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളെ കോർഡിനേറ്റ് ഉപയോഗിച്ച് പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സിഗ്മ എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേർട്ടിക്കൽ സൈഡും അതായത് നോർത്തിലേക്കുള്ള പ്രൊജക്ഷനും നോർത്ത് സൗത്ത് മെറീഡിയനിലേക്കുള്ള പ്രൊജക്ഷനും സിഗ്മ ഡി എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്കുള്ള പ്രൊജക്ഷനാണ്. സൈഡിൽ കൊടുത്തിരിക്കുന്ന ഫിഗർ പ്രകാരം ട്രിഗ്നോമെട്രിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ എ ഡാഷ് എന്നുള്ള ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എൽ സ്ക്വയർ മൈനസ് സിഗ്മ ഡി സ്ക്വയർ ആയിരിക്കും. ഇതാണ് ടോട്ടൽ എറർ എന്ന് പറയുന്നത്. സോ ഡിസ്റ്റൻസ് ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി എറർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എൽ സ്ക്വയർ മൈനസ് സിഗ്മ ഡി സ്ക്വയർ ആയിരിക്കും. അതുപോലെ തന്നെ ക്ലോസിംഗ് എററിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ട്രിഗ്നോമെട്രി പ്രകാരം ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സിഗ്മ ഡി ഡിവൈഡ് ബൈ സിഗ്മ എൽ ആണ്. അതിൽ നിന്ന് തീറ്റ റെഡ്യൂസ്ഡ് ബിയറിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടി എത്രമാത്രം ഡയറക്ഷനിൽ ഈ ലൈൻ മാറിക്കിടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇക്വേഷൻ ടാൻ ഇൻവേഴ്സ് സിഗ്മ ഡി ഡിവൈഡ് ബൈ സിഗ്മ എൽ എന്ന ഇക്വേഷൻ യൂസ് ചെയ്യും. Balancing the traverse or adjustment of closing error. The term balancing is generally applied to the operation of applying the correction to latitude and departure to satisfying the condition sigma L equal to 0 and sigma D equal to 0. നമുക്കറിയാം ഒരു ജോമെട്രിക്കലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാവേഴ്സിൻ്റെ സിഗ്മ എൽ ഈക്വൽ ടു 0ഉം സിഗ്മ ഡി ഈക്വൽ ടു 0ഉം ആയിരിക്കണം. ഒരു ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്ത് വരുന്ന സമയത്ത് ക്ലോസിംഗ് എറർ ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്ത് അൾട്ടിമേറ്റ്ലി നമുക്ക് സിഗ്മ എൽ ഈക്വൽ ടു 0 സിഗ്മ ഡി ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബാലൻസിങ് എന്ന് പറയുന്നത്. സോ ബാലൻസിങ് ഈസ് ജനറലി അപ്ലൈ ടു ദി ഓപ്പറേഷൻ ഓഫ് അപ്ലൈയിങ് ദി കറക്ഷൻ ടു ലാറ്റിറ്റ്യൂഡ് ഓൺ ഡിപ്പാർച്ചർ. ലാറ്റിറ്റ്യൂഡിനെയും ഡിപ്പാർച്ചറിനെയും കറക്റ്റ് ചെയ്യുന്ന
പ്രോസസ്സിനെയാണ് ബാലൻസിങ് എന്ന് പറയുന്നത്. ടു സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ സിഗ്മ എൽ ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ ഡി ഈക്വൽ ടു 0. അൾട്ടിമേറ്റ്ലി ബാലൻസ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് സിഗ്മ എൽ ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ ഡി ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. For a traverse work, we can have the following 3 conditions. 3 ഇമ്പോർട്ടൻറ്റ് കണ്ടീഷനാണ് ഫീൽഡിൽ വരുന്നത്. ഫസ്റ്റ്, ആംഗുലർ എക്യുറസി ഈസ് ഹയർ ദാൻ ലീനിയർ എക്യുറസി. ആംഗുലർ എക്യുറസി ആണ് നമുക്ക് ലീനിയർ എക്യുറസിയേക്കാളും ഇമ്പോർട്ടൻറ്റ് എന്നുള്ള ഫസ്റ്റ് കേസ്. എക്സാമ്പിൾ, ഹില്ലി ടെറൈൻ വേർ ആംഗിൾ മെഷേർഡ് വിത്ത് ടോട്ടൽ സ്റ്റേഷൻ ഓർ തിയോഡൈലൈറ്റ് ആൻഡ് ലെങ്ത് ബൈ ചെയിൻ ഓർ ടേപ്പ്. ആംഗിൾ എക്യുറേറ്റ് ആകുക എന്ന് പറയുമ്പോൾ ആംഗിൾ മോർ പ്രിസൈസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്, ടോട്ടൽ സ്റ്റേഷൻ അല്ലെങ്കിൽ തിയോഡൈലൈറ്റ് പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നു. ലെങ്ത് റഫായിട്ട് നമുക്ക് ചെയിനോ ടേപ്പോ ഉപയോഗിച്ച് മെഷർ ചെയ്യുന്ന കേസാണ് ഫസ്റ്റ് വൺ. ആംഗുലർ എക്യുറസി ഈസ് ഹയർ ദാൻ ദ ലീനിയർ എക്യുറസി. സെക്കൻഡ് വൺ, ലീനിയർ എക്യുറസി ഈസ് ഹയർ ദാൻ ആംഗുലർ എക്യുറസി. അതായത് ലീനിയർ എക്യുറസിയാണ് ആംഗുലർ എക്യുറസിനെക്കാട്ടി ഇമ്പോർട്ടൻറ്റ്. ആ കേസിൽ നമ്മൾ ലീനിയർ മെഷർമെൻറ്റ് പ്രിസൈസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് പോലുള്ള EDM പോലുള്ള ഇൻസ്ട്രുമെൻറ്റ് കൊണ്ട് യൂസ് ചെയ്യും, അതായത് മെഷർമെൻറ്റ് ചെയ്യും. ആംഗുലർ നമ്മൾ റഫായി കോമ്പസ് പോലുള്ള റഫ് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് മെഷർ ചെയ്യും. തേർഡ് വൺ, ആംഗുലർ എക്യുറസി സെയിം ആസ് എ ലീനിയർ എക്യുറസി. ആംഗുലർ എക്യുറസിയും ലീനിയർ എക്യുറസിയും രണ്ടും ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആകുന്ന കേസാണ് തേർഡ് വൺ. അവിടെ ആംഗിൾ മെഷർമെൻറ്റും ലീനിയർ മെഷർമെൻറ്റും പ്രിസൈസ് ആയിട്ട് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യും. ആംഗിൾ മെഷർ ചെയ്യുന്നതിന് ടോട്ടൽ സ്റ്റേഷൻ പോലെ തിയോഡൈലൈറ്റ് പോലുള്ള ഇൻസ്ട്രുമെൻറ്റും, അതുപോലെ തന്നെ ലെങ്ത് മെഷർ ചെയ്യുന്നതിന് EDM പോലുള്ള ഇലക്ട്രോ ഡിസ്റ്റൻസ് മീറ്റർ പോലുള്ള പ്രിസൈസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യും. സോ 3 കണ്ടീഷനാണുള്ളത്. ആംഗുലർ എക്യുറസി ഈസ് ഹയർ, സെക്കൻഡ് ലീനിയർ എക്യുറസി ഈസ് ഹയർ, തേർഡ് ബോത്ത് എക്യുറസി ഈസ് സെയിം എന്നുള്ള കേസ്. According to this, the method of balancing are classified: first, Bowditch rule or compass rule; second, transit rule; third rule. Bowditch rule or compass rule. It is most commonly used in balancing when the linear measurement and angular measurement are equally precise. നമ്മൾ ബൗഡിച്ച് റൂൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീനിയർ മെഷർമെൻറ്റും ആംഗുലർ മെഷർമെൻറ്റും രണ്ടും ഒരേപോലെ ഈക്വലായി പ്രിസൈസ് ചെയ്യുന്ന കേസിലാണ്. ബൈ ദിസ് റൂൾ ദി ടോട്ടൽ എറർ ഇൻ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ പ്രൊപ്പോർഷൻ ടു ദി ലെങ്ത് ഓഫ് ദി സൈഡ്. ഇവിടെ ടോട്ടൽ ലാറ്റിറ്റ്യൂഡിലുണ്ടാകുന്ന എററും ഡിപ്പാർച്ചറിലുണ്ടാകുന്ന എററും ലെങ്ത്തിന് പ്രൊപ്പോർഷനിലായാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ലീനിയർ മെഷർമെൻറ്റും ആംഗുലർ മെഷർമെൻറ്റും പ്രിസൈസ് ആയിരിക്കുന്ന കേസിലാണ് കോമ്പസ് റൂൾ ഓർ ബൗഡിച്ച് റൂൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ടോട്ടൽ എറർ ഓഫ് ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും ലെങ്ത്തിന് പ്രൊപ്പോർഷനിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ബൗഡിച്ച് റൂളിൻ്റെ ഇക്വേഷൻ കറക്ഷൻ ടു ദി ലാറ്റിറ്റ്യൂഡ് ഈക്വൽ ടു ടോട്ടൽ എറർ ഇൻ ലാറ്റിറ്റ്യൂഡ് ഇൻറ്റു ലെങ്ത് ഓഫ് ദാറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ട്രാവേഴ്സ്. അതുപോലെ ഡിപ്പാർച്ചറിനുണ്ടാകുന്ന ഇക്വേഷൻ കറക്ഷൻ ടു ദി ഡിപ്പാർച്ചർ ഈക്വൽ ടു ടോട്ടൽ എറർ ഇൻ ഡിപ്പാർച്ചർ ഇൻറ്റു ലെങ്ത് ഓഫ് ദാറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ട്രാവേഴ്സ്. ഇതാണ് കോമ്പസ് റൂളിൻ്റെ കറക്ഷൻ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻസ്. Then transit rule. It is commonly used in balancing when the angular measurement are more precise than the linear measurement. ആംഗുലർ മെഷർമെൻ്റ് ആണ് ലീനിയർ മെഷർമെൻറ്റിനേക്കാളും പ്രിസൈസായി എടുക്കേണ്ടത്. ആ കേസിലാണ് നമ്മൾ ട്രാൻസിറ്റ് റൂൾ യൂസ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദിസ് ദി ടോട്ടൽ എറർ ഇൻ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ പ്രൊപ്പോർഷൻ ടു ദി ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് ദി ട്രാവേഴ്സ്. ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കറക്റ്റ് ചെയ്യുന്നത് ഒരു സൈഡിൻ്റെ ലാറ്റിറ്റ്യൂഡിൻ്റെയും ഡിപ്പാർച്ചറിൻ്റെയും പ്രൊപ്പോർഷൻ ആയിട്ടായിരിക്കും. നമുക്ക് ഇക്വേഷൻ നോക്കാം. കറക്ഷൻ ടു ദി ലാറ്റിറ്റ്യൂഡ് ഈക്വൽ ടു ടോട്ടൽ ലെങ്ത് ഓഫ് ദി ലാറ്റിറ്റ്യൂഡ് total error in latitude into latitude of that side divided by arithmetic sum of the latitude. Correction to departure equal to total error in departure into departure of that line divided by arithmetic sum of the departure. ഇവിടെ കറക്ഷൻ ടു ദി ലാറ്റിറ്റ്യൂഡിൻ്റെ കറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൈഡിൻ്റെ ലാറ്റിറ്റ്യൂഡിന് പ്രൊപ്പോർഷണലായിരിക്കും. ഇതാണ് ട്രാൻസിറ്റ് റൂൾ യൂസ് ചെയ്യുന്നത് ആംഗുലർ മെഷർമെൻറ്റ് ഈസ് മോർ പ്രിസൈസ് ദാൻ ദി ലീനിയർ മെഷർമെൻറ്റ് എന്ന കേസ് വരുമ്പോഴാണ്. ലാസ്റ്റ് റൂൾ, തേർഡ് റൂൾ, കറക്ഷൻ ടു നോർത്തിങ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടോട്ടൽ എറർ ഇൻ ലാറ്റിറ്റ്യൂഡ് ഇൻറ്റു നോർത്തിങ് ഓഫ് ദാറ്റ് ലൈൻ ഡിവൈഡഡ് ബൈ സം ഓഫ് ദി നോർത്തിങ്. കറക്ഷൻ ടു ദി സൗത്തിങ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടോട്ടൽ എറർ ഇൻ ലാറ്റിറ്റ്യൂഡ് ഇൻറ്റു സൗത്തിങ് ഓഫ് ദാറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ സം ഓഫ് ദി സൗത്തിങ്. അതുപോലെ തന്നെ ഈസ്റ്റിങ്ങിൻ്റെ കറക്ഷനും വെസ്റ്റിങ്ങിൻ്റെ കറക്ഷനും നോക്കാം. കറക്ഷൻ ടു ഈസ്റ്റിങ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടോട്ടൽ എറർ ഇൻ ഡിപ്പാർച്ചർ ഇൻറ്റു ഈസ്റ്റിങ് ഓഫ് ദാറ്റ് ലൈൻ ഡിവൈഡഡ് ബൈ സം ഓഫ് ദി ഈസ്റ്റിങ്. Correction to westing equal to half into total error in the departure into westing of that side divided by sum of the westing.
ഇവിടെ നോർത്തിങ്ങും സൗത്തിങ്ങും ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് എററിൻ്റെ ഹാഫ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈസ്റ്റിങ്ങിൻ്റെയും വെസ്റ്റിങ്ങിൻ്റെയും ഡിപ്പാർച്ചറിൻ്റെ ടോട്ടൽ എറർ ഹാഫായി ഓരോ ലൈനിൻ്റെ ഈസ്റ്റിങ്ങിൻ്റെയും വെസ്റ്റിങ്ങിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് തേർഡ് റൂൾ എന്ന് പറയുന്നത്. കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. Gale's traverse table. The following computation for the closed traverse may be made in the following step and entered in the tabular form is known as Gale's traverse table. നമ്മൾ ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ആംഗിൾ, ബിയറിംഗ്, ലെങ്ത് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി കമ്പ്യൂട്ടർ സിമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗെയിൽസ് ട്രാവേഴ്സ് ടേബിളിൽ ഈ വാല്യൂസ് എൻട്രി ചെയ്യും. അപ്പോൾ ഗെയിൽസ് ട്രാവേഴ്സ് ടേബിളിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ട്രാവേഴ്സിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. First, add up all the included angle. Their sum should be equal to 2n minus 4 into 90 degree or 2n plus 4 into 90 degree as the angle measured are interior or exterior, where n is the number of the sides. First, included angle ആണ് ടോട്ടൽ ആഡ് ചെയ്യേണ്ടത്. ടോട്ടൽ ഇൻക്ലൂഡഡ് ആംഗിൾ ആഡ് ചെയ്ത് അതിന് തിയററ്റിക്കൽ സമായ 2n മൈനസ് 4 ഇൻറ്റു 90 ഡിഗ്രി, ഇൻക്ലൂഡഡ് ആംഗിളാണ് എടുത്തതെങ്കിൽ 2n മൈനസ് 4 ഇൻറ്റു 90 ഡിഗ്രി എന്ന ഇക്വേഷനായും, എക്സ്റ്റീരിയർ ആംഗിളാണ് എടുത്തതെങ്കിൽ 2n പ്ലസ് 4 ഇൻറ്റു 90 ഡിഗ്രി എന്ന ഇക്വേഷനുമായും നമ്മൾ മാച്ച് ചെയ്യുക. ടോട്ടൽ ഇൻക്ലൂഡഡ് ആംഗിളും തിയററ്റിക്കൽ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. 2, ഇഫ് നോട്ട് അപ്ലൈ ദി നെസസറി കറക്ഷൻ ഷുഡ് ബി അപ്ലൈഡ് ടു ദി ആംഗിൾ ബൈ കമ്പയറിംഗ് ദി ആക്ച്വൽ സം ആൻഡ് തിയററ്റിക്കൽ സം. മേഡ് ദി സം ഓഫ് ദി ഒബ്സർവ്ഡ് ആംഗിൾ ഈക്വൽ ടു 2n മൈനസ് 4 ഇൻറ്റു 90 ഡിഗ്രി ഓർ 2n പ്ലസ് 4 ഇൻറ്റു 90 ഡിഗ്രി. ഇനി ഡിഫറൻസ് ഉണ്ടെങ്കിൽ കറക്ഷൻ അപ്ലൈ ചെയ്ത് ടോട്ടൽ ഇൻക്ലൂഡഡ് ആംഗിളിൻ്റെ 4 ഇൻറ്റു 90 ഡിഗ്രി എന്ന തിയററ്റിക്കൽ സമ്മുമായി മാച്ച് ചെയ്യുന്ന രീതി, തിയററ്റിക്കൽ സമ്മായി വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്യുക. തേർഡ് പോയിന്റ്, കാൽക്കുലേറ്റ് ദി ഹോൾ സർക്കിൾ ബിയറിംഗ് ഓഫ് ദി അതർ ലൈൻ ഫ്രം ദി ഒബ്സർവ്ഡ് ബിയറിംഗ്. നമ്മൾ ഫസ്റ്റ് ലൈനിൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് എടുത്തിട്ടുണ്ട്. ആ മാഗ്നറ്റിക് ബിയറിംഗും ഇൻക്ലൂഡഡ് ആംഗിളും കണ്ടുപിടിച്ചതിന് ശേഷം അത് രണ്ടും ഉപയോഗിച്ച് ഹോൾ സർക്കിൾ ബിയറിംഗ് ഓഫ് ദി അതർ ലൈൻ, മറ്റ് ലൈനുകളുടെ ഹോൾ സർക്കിൾ ബിയറിംഗ് കണ്ടുപിടിക്കുക. Fourth point, convert the whole circle bearing into reduced bearing and determining the quadrant. whole circle bearing കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നിന്നും റെഡ്യൂസ്ഡ് ബിയറിംഗ് കണ്ടുപിടിക്കുക. നമ്മൾ പ്രീവിയസ്ലി ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഹോൾ സർക്കിൾ ബിയറിംഗിൽ നിന്ന് റെഡ്യൂസ്ഡ് ബിയറിംഗ് കണ്ടുപിടിക്കുന്നത്. അതേപോലെ ഹോൾ സർക്കിൾ ബിയറിംഗിൻ്റെ ഓരോ ലൈനിൻ്റെയും ഹോൾ സർക്കിൾ ബിയറിംഗിൽ നിന്ന് അതേ ലൈനിൻ്റെ റെഡ്യൂസ്ഡ് ബിയറിംഗ് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഏത് ക്വാഡ്രൻ്റ് ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. Fifth point, from the measured length and reduced bearing, compute the latitude and departure of the each line. നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന റെഡ്യൂസ്ഡ് ബിയറിംഗ് വെച്ച് അതിൻ്റെ ലൈൻ, അതായത് ഓരോ ലൈനിൻ്റെയും ലെങ്ത് ഉപയോഗിച്ച് എൽ കോസ് തീറ്റ, എൽ സൈൻ തീറ്റ എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കണ്ടുപിടിക്കുക. സിക്സ്ത് പോയിന്റ്, add up all northing and southing and find its difference, and similarly add up all easting and westing and find its difference. നമുക്ക് ടോട്ടൽ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ലാറ്റിറ്റ്യൂഡ് നമുക്കറിയാം രണ്ട് തരത്തിലുണ്ട്, നോർത്തിങ് ആൻഡ് സൗത്തിങ്. ഡിപ്പാർച്ചർ രണ്ട് തരത്തിലുണ്ട്, ഈസ്റ്റിംഗ് ആൻഡ് വെസ്റ്റിംഗ്. സോ സിക്സ്ത് പോയിന്റ്, എല്ലാ നോർത്തിങ്ങും ആഡ് ചെയ്യുക, എല്ലാ സൗത്തിങ്ങും ആഡ് ചെയ്യുക, അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ എല്ലാ ഈസ്റ്റിങ്ങും ആഡ് ചെയ്യുക, എല്ലാ വെസ്റ്റിങ്ങും ആഡ് ചെയ്യുക, അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. Seventh, apply the necessary correction to latitude and departure so that finally the sum of the all northing equal to sum of the all southing and sum of the all easting equal to sum of the all westing. നമുക്കറിയാം ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സ് ക്ലോസ്ഡ് ആകണമെങ്കിൽ നോർത്തിങ്ങും സൗത്തിങ്ങും സം ഈക്വൽ ആയിരിക്കണം. അതുപോലെ തന്നെ ഈസ്റ്റിങ്ങിൻ്റെയും വെസ്റ്റിങ്ങിൻ്റെയും സം ഈക്വൽ ആയിരിക്കണം. അതിനെന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുന്നതിന് നമുക്ക് 3 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് ബൗഡിച്ച് റൂൾ, സെക്കൻഡ് ട്രാൻസിറ്റ് റൂൾ, തേർഡ് റൂൾ. ഈ 3 ബാലൻസിങ്ങിലെ ഏതെങ്കിലും ഒരു ബാലൻസിങ് ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ കംപ്ലീറ്റ് ട്രാവേഴ്സിനെ ബാലൻസ് ചെയ്യുക. അൾട്ടിമേറ്റ്ലി സിഗ്മ എൽ ഈക്വൽ ടു 0, സിഗ്മ ഡി ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് നോർത്തിങ്ങിൻ്റെ സമ്മും സൗത്തിങ്ങിൻ്റെ സമ്മും ഈക്വലും ഈസ്റ്റിങ്ങിൻ്റെ സമ്മും വെസ്റ്റിങ്ങിൻ്റെ സമ്മും ഈക്വലും ആയിരിക്കണം. 8th point, find the independent coordinate of the line from the consecutive coordinate so that all are positive and thus whole traverse is lying on a first quadrant. നമുക്ക് ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും ഉപയോഗിച്ച് കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് ഉപയോഗിച്ച് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. അതായത് നമ്മുടെ ക്വാഡ്രൻറ്റ് കംപ്ലീറ്റ് ട്രാവേഴ്സും ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന രീതിയിൽ എല്ലാ വാല്യൂയും പോസിറ്റീവ് ആയി വരുന്ന രീതിയിൽ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. സോ ഈ ട്രാവേഴ്സ് ടേബിൾ, ഗെയിൽസ് ട്രാവേഴ്സ് ടേബിൾ യൂസ് ചെയ്യുന്നത് ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ്.
സോ അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ ടോട്ടൽ ഇൻറ്റീരിയർ ആംഗിളിൻ്റെയും ടോട്ടൽ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെയും സമ്മ് കണ്ടുപിടിക്കുന്നു. ആ സമ്മ് തിയററ്റിക്കൽ സമ്മായ 2n-4 × 90 ഡിഗ്രി 2n+4 × 90 ഡിഗ്രി എന്ന രണ്ട് ഇക്വേഷൻ, ഇൻറ്റീരിയർ ആണെങ്കിൽ 2n-4 × 90 ഡിഗ്രി എന്നും എക്സ്റ്റീരിയർ ആണെങ്കിൽ 2n+4 × 90 ഡിഗ്രി എന്ന ഇക്വേഷൻ്റെയും സമ്മുമായി ബാലൻസ് ചെയ്യുന്നു. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മളത് കറക്ഷൻ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം കറക്റ്റഡ് ആയിട്ടുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടുപിടിച്ചതിന് ശേഷം ഹോൾ സർക്കിൾ ബിയറിങ്ങിൽ നിന്ന് ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ലൈനിൻ്റെ മാഗ്നിറ്റ്യൂഡ് ബിയറിങ്ങിൽ നിന്ന് ഹോൾ സർക്കിൾ ബിയറിംഗ് കണ്ടുപിടിക്കുന്നു. ഹോൾ സർക്കിൾ ബിയറിംഗ് റെഡ്യൂസ്ഡ് ബിയറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അവിടെ നിന്നും നമുക്ക് റെഡ്യൂസ്ഡ് ബിയറിങ്ങിൻ്റെ ക്വാഡ്രൻറ്റ് മനസ്സിലാകുന്നു. ഈ ക്വാഡ്രൻറ്റും നമ്മൾ ഓരോ ലൈനിൻ്റെയും ഓരോ ട്രാവേഴ്സ് ലൈനിൻ്റെയും ലെങ്ത് മെഷർ ചെയ്തിട്ടുണ്ട്. ലെങ്ത് ഉപയോഗിച്ച് റെഡ്യൂസ്ഡ് ബിയറിംഗ് ഉപയോഗിച്ചും ആ ലൈനിൻ്റെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കണ്ടുപിടിക്കുന്നു. ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ചെക്കായ σl = σd = 0 ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നു. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇനി ഡിഫറൻസ് സം ഓഫ് ദി നോർത്തിങ്ങിലും സം ഓഫ് ദി സൗത്തിങ്ങിലും അതുപോലെ തന്നെ സം ഓഫ് ദി ഈസ്റ്റിങ്ങിലും സം ഓഫ് ദി വെസ്റ്റിങ്ങിലും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബാലൻസിങ് മെത്തേഡ് ഉപയോഗിച്ച് അതിനെ ബാലൻസ് ചെയ്യുന്നു. തുടർന്ന് കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുകയും അവിടെ നിന്ന് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഗീൽസ് ട്രാവേഴ്സ് ടേബിൾ ഉപയോഗിച്ച് എൻറ്റയർ ആയിട്ടുള്ള ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്യുന്നതിന് വേണ്ടി സിംപ്ലിഫൈ ആയിട്ടുള്ള കാൽക്കുലേഷൻ പ്രോസസ്സ്. ഗെയിൽസ് ട്രാവേഴ്സ് ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 15 കോളംസ് ഉണ്ട്. ഫസ്റ്റ് കോളം ഇവിടെ മനസ്സിലാകുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ് കോളം ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനാണ്. അതായത് നമ്മൾ ഫസ്റ്റ് വെക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്, ABC എന്നാണ് ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ കോളത്തിലുള്ള എൻട്രി. സെക്കൻഡ് കോളം ആംഗിൾ ആണ്, അതായത് നമ്മൾ മെഷർ ചെയ്ത് ഇൻക്ലൂഡഡ് ആംഗിൾ. തേർഡ് കറക്ഷൻ, ഇവിടെയാണ് നമ്മൾ 2n-4 × 90 ഡിഗ്രി അതുപോലെ 2n+4 × 90 ഡിഗ്രി എന്നുള്ള കറക്ഷൻ അപ്ലൈ ചെയ്യുന്നത്. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കറക്ഷൻ അപ്ലൈ ചെയ്തു. ഫോർത്ത് കോളം കറക്റ്റഡ് ആംഗിൾ ആണ്. നമ്മൾ കറക്ഷൻ ഉപയോഗിച്ച് ആംഗിൾ കൂടാം കുറയാം, അതിനനുസരിച്ച് നമ്മൾ കറക്റ്റഡ് ആംഗിൾ ഫോർത്ത് കോളത്തിൽ കണ്ടുപിടിക്കുന്നു. ഫിഫ്ത്ത് കോളത്തിൽ നമ്മൾ മാഗ്നറ്റിക് ബിയറിംഗ് ഉപയോഗിച്ച് ഹോൾ സർക്കിൾ ബിയറിംഗ് കണ്ടുപിടിക്കുന്നു. സിക്സ്ത് കോളം റെഡ്യൂസ്ഡ് ബിയറിംഗ് ആണ്. ഹോൾ സർക്കിൾ ബിയറിംഗിൽ നിന്ന് റെഡ്യൂസ്ഡ് ബിയറിംഗ് കണ്ടുപിടിക്കുന്നു. അതിൻ്റെ സെവൻത്ത് കോളം റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ക്വാഡ്രൻ്റ് അറിയാം. നമുക്ക് ലാറ്റിറ്റ്യൂഡ് ഡിപ്പാർച്ചർ നോർത്തിങ് ആണോ ഈസ്റ്റിംഗ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ക്വാഡ്രൻ്റ് കുറച്ച് ഹൈലൈറ്റ് ചെയ്യണം. സോ സെവൻത്ത് കോളം എന്ന് പറഞ്ഞാൽ ക്വാഡ്രൻ്റ് എന്താണെന്ന് ഡിനോട്ട് ചെയ്യുന്നതാണ്. അവിടെ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് അങ്ങനെയാണ് എൻട്രി വരിക. എയ്ത്ത് കോളം അതിൻ്റെ ലൈനിൻ്റെ ലെങ്ത് ആണ്. ഏത് ലൈനാണ് എ എന്ന സ്റ്റേഷനിൽ വെച്ച് നമ്മൾ AB എന്ന ലൈനാണ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ലൈൻ എന്ന് പറയുന്നത് AB ആയിരിക്കും. സോ നയൻത്ത് കോളം എന്ന് പറയുന്നത് ലെങ്ത്ത്, അതിൻ്റെ AB എന്നതിൻ്റെ ട്രാവേഴ്സ് ലെങ്ത് ആണ്. 10th പോയിന്റ്, അത് ജസ്റ്റ് A എന്നുള്ള പോയിന്റ് തന്നെയാണല്ലോ നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ A എന്നായിരിക്കും 10th ഉള്ള കോളം. അതിൻ്റെ 11th കോളത്തിൽ വരുന്നത് കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് ആണ്. കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റുകൾ നമ്മൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ലാറ്റിറ്റ്യൂഡ്, മറ്റൊന്ന് ഡിപ്പാർച്ചർ. അതായത് X കോർഡിനേറ്റ്, Y കോർഡിനേറ്റ്. Y കോർഡിനേറ്റ് ആണ് ലാറ്റിറ്റ്യൂഡ് പറയുന്നത്. ലാറ്റിറ്റ്യൂഡ് തന്നെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 11th കോളത്തിൽ നമ്മൾ 4ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അതിനെ ടോട്ടൽ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു, ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ. വീണ്ടും ലാറ്റിറ്റ്യൂഡിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു, നോർത്തിങ് സൗത്തിങ്. അതുപോലെ തന്നെ ഡിപ്പാർച്ചറിനെ ഈസ്റ്റിംഗ് വെസ്റ്റിംഗ് എന്ന് രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. സോ നമ്മളിവിടെയുള്ള ലെങ്ത്ത് എന്ന കോളം ഉപയോഗിച്ച് അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് ബിയറിംഗ് ഈ രണ്ട് വാല്യൂ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ L cos θ വാല്യൂ L sin θ വാല്യൂയും കണ്ടുപിടിക്കുന്നു. L sin θ അതുപോലെ L cos θ വാല്യൂ നോർത്തിങ് ആണോ സൗത്തിങ് ആണോ എന്ന് മനസ്സിലാക്കുന്നത് 7th കോളായ ക്വാഡ്രൻറ്റ് യൂസ് ചെയ്തിട്ടാണ്. അവിടെ നമ്മൾ ഏത് ക്വാഡ്രൻ്റ് ആണെന്ന് എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ നോർത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ടാവും. ക്വാഡ്രൻ്റ് അനുസരിച്ചിട്ട് ആ വാല്യൂ കറക്റ്റായിട്ട് സൗത്തിങ് ആണെങ്കിൽ സൗത്തിങ് എന്നുള്ള കോളത്തിൽ എഴുതുന്നു, ഈസ്റ്റിംഗ് ആണെങ്കിൽ ഈസ്റ്റിംഗ് എന്ന കോളത്തിൽ എഴുതുന്നു. ആ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് കോളം ഫില്ല് ചെയ്യുന്നത്. ദെൻ 12th കോളം കറക്ഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ സം ഓഫ് ദി നോർത്തിങ് കോളം മുഴുവൻ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ സൗത്ത് കോളം മുഴുവൻ ആഡ് ചെയ്യുക, അത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതാണ് σl എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിപ്പാർച്ചർ ഈസ്റ്റിക്കും വെസ്റ്റിങ്ങും അതുപോലെ തന്നെ സമ്മ് കണ്ടുപിടിക്കുക, അതിൻ്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കുക. അത് രണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമുക്കറിയാം ക്ലോസിംഗ് എറർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സ്ക്വയർ റൂട്ട് ഓഫ് σl² - σd² ആണ്.
അതുപയോഗിച്ച് നമ്മൾ അതിൻ്റെ കറക്ഷൻ അല്ലെങ്കിൽ ക്ലോസിംഗ് എറർ കണ്ടുപിടിക്കുന്നു. ക്ലോസിംഗ് എറർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാലൻസിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, അതായത് ബൗഡിച്ച് റൂൾ, സെക്കൻഡ് വൺ ട്രാൻസിറ്റ് റൂൾ, തേർഡ് റൂൾ, ഈ 3 റൂളും ഉപയോഗിച്ച് അതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ട്രയാങ്കിളിനെ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്ത കറക്ഷനാണ് 12th കോളത്തിൽ എഴുതേണ്ടത്. കറക്ഷൻ അത് ഏതിലായിരിക്കാം, ചിലപ്പോൾ ലാറ്റിറ്റ്യൂഡിൽ മാത്രമായിരിക്കാം കറക്ഷൻ, ചിലപ്പോൾ ഡിപ്പാർച്ചറിൽ മാത്രമായിരിക്കാം കറക്ഷൻ. അത് കറക്ഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈൻ അടക്കം നമ്മൾ അതിൽ എഴുതുക. ദെൻ 13th കോളത്തിൽ നമ്മൾ കറക്റ്റഡ് ആയിട്ടുള്ള കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് ആണ് ആഡ് ചെയ്ത് ഈ കറക്ഷൻ ആഡോ സബ്ട്രാക്റ്റോ ചെയ്തിട്ടുള്ള കറക്റ്റഡ് ആയിട്ടുള്ള കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്. ദെൻ നമ്മൾ ടോട്ടൽ എല്ലാം ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ പ്ലോട്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നത്. സോ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് നമ്മൾ സ്റ്റാർട്ടിംഗ് ആയി ഒരു 100 അല്ലെങ്കിൽ 200 ഒരു കോർഡിനേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ആ കോർഡിനേറ്റ് ബാലൻസ് ചെയ്തുകൊണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള എല്ലാ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റും ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് മാറ്റുന്നു. അങ്ങനെ കംപ്ലീറ്റ് നമ്മൾ പ്ലോട്ട് ചെയ്ത് വരുന്ന സമയത്ത് ടോട്ടൽ ട്രാവേഴ്സ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും, എല്ലാ വാല്യൂവും ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും. ഇതാണ് ഗെയിൽസ് ട്രാവേഴ്സ് ടേബിളിൻ്റെ ഒരു മോഡൽ. നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ഇതാണ്. എൻ്റെ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷൻസ് ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷൻ, ഇമ്പോർട്ടൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷൻ, ക്ലോസിംഗ് എറർ, ബാലൻസിങ് ഓഫ് ക്ലോസിംഗ് എറർ, ഗെയിൽസ് ട്രാവേഴ്സ് ടേബിൾ എന്നതാണ്. ഇതോടുകൂടി മെത്തേഡ് ഓഫ് ട്രാവേഴ്സിംഗ് എന്ന പോർഷൻ തീർന്നു. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് ടാക്യോമെട്രി ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്